ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പൊട്ടറ്റോ തോരനുമായിട്ടാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 പൊട്ടറ്റോയും ഒരു സവോളയുമാണ്. ആ ഒരു പൊട്ടാറ്റോ നല്ല കുട്ടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒണിയനും നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ പ്രത്യേകിച്ച് മുളക് പൊടി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഗ്രീൻ ചില്ലിയാണ് ഇനി എടുത്തേക്കുന്നത്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയിട്ട് നല്ലോണം ഹീറ്റായതിന് ശേഷം നമ്മുടെ ഓയിൽ ഒഴിക്കുക. നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതും അത്യാവശ്യം നല്ലോണം പൊട്ടി വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി നല്ലോണം ഏകദേശം ഫ്രൈ ആയതിന് ശേഷം കറിയിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. അത് ഏകദേശം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൊട്ടാറ്റോ അതിനകത്തോട് ഇട്ട് കൊടുക്കുക. പൊട്ടാറ്റോ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമ്മൾ ഒത്തിരി നേരമൊന്നും അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വെന്ത് വരികയാണ് ചെയ്യുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമായ ഉപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. പൊട്ടാറ്റോ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ കുറച്ച് ഒരു കളറിനും അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്തിട്ട് അതൊരു കളറും വരും, ഒരു ടേസ്റ്റ്, ഒരു നല്ല ടേസ്റ്റ് നമ്മുടെ പൊട്ടാറ്റോ തോരൻ തരും. അത് നല്ലോണം ഇളക്കി കൊടുക്കണം. ജനറലി കുട്ടികൾക്കൊക്കെ പൊട്ടാറ്റോ എന്ത് വെച്ചാലും ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്നും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനൊന്ന് മാറ്റിപ്പിടിച്ച് ഇങ്ങനൊന്ന് ട്രൈ ചെയ്യുന്നതും കൂടെ നല്ലതായിരിക്കും കേട്ടോ. വ്യത്യസ്തമായിട്ട് ടേസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം ഓയിലും ഒക്കെ ഉള്ളത് കൊണ്ട് അതിപ്പോൾ തന്നെ ഒരു വഴണ്ട പരുവത്തിലെത്തും. പിന്നെ ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതിന് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ പെട്ടെന്നത് സ്റ്റീമായി വെന്ത് കിട്ടും. ഒരുപാട് ടൈം നമുക്ക് അടുപ്പിലത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്തത്. ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടറ്റോയുടെ ഒരു ഇതുണ്ടല്ലോ, അതും എല്ലാം കൂടെ കൊണ്ട് നമുക്ക് ഇത് പിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു അടിയിൽ പിടിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുറച്ച് കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളത് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തോരനായതുകൊണ്ട് അതൊരു പ്രത്യേക ഫ്ലേവർ അതിന് കൊടുക്കാൻ പറ്റും. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു തോർന്ന് വരുന്ന ഒരു പരുവാവുന്നിടം വരെ നമ്മളത് ഇളക്കി കൊടുക്കണം. പിന്നെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരും. അതിൻ്റെ ആ ഒട്ടലൊക്കെ കുറേശ്ശെ കുറഞ്ഞു വരും. പോകെ ഈ ഒരു ടെക്സ്ചറിലോട്ട് വരും. അപ്പോൾ നല്ലോണം ഇങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് അത് നല്ലോണം മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇത് വരും. അത് പരസ്പരം ഒട്ടിയിരുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു പാകത്തിലെത്തും. ഇത്രയേ ഉള്ളൂ. ഒരു ഈസി ഡിഷാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.